നമസ്കാരം. ജിഷ്ണു പ്രണോയിയെ നമ്മൾ ആരും മറന്നിട്ടില്ല. അവൻ്റെ അമ്മ മഹിജയെ, മകൻ്റെ മരണശേഷം സംസ്ഥാന പോലീസ് മേധാവിയെ കാണാനെത്തിയ അമ്മ മഹിജയെ പോലീസ് നിരത്തിലൂടെ വലിച്ചിഴച്ച കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. അതൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് ശക്തിധരൻ. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം. പിണറായി വിജയൻ്റെയും പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഒക്കെ അഴിമതികളെ വളരെ രൂക്ഷമായി മൂർച്ചയുള്ള വാക്കുകളിൽ വിമർശിക്കുന്ന ഒരു സഖാവ്, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം കോൺഗ്രസിന് നന്നാകണമെന്നില്ലേ എന്നുള്ള തലക്കെട്ടിൽ ഒരു കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണം കാരണം കേരളം പിന്നിട്ട അത്യന്തം കഠോരമായ വഴികൾ ഈ ഇടവേളകളിൽ ഒന്ന് ഓടിച്ചെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം അധികാര സോപാനത്തിലേക്ക് പുതിയ മന്ത്രിമാർ കുതിക്കാൻ. എത്ര വിദ്യാർത്ഥികളാണ് ഈ മുഖ്യമന്ത്രിയുടെ മനുഷ്യപ്പറ്റില്ലായ്മ കാരണം കാലപുരിയിലേക്ക് പോകേണ്ടി വന്നത് എന്ന് ഓർമ്മ വേണം. അധികാരത്തിൻ്റെ മത്ത് തലയ്ക്ക് പിടിച്ച മുഖ്യമന്ത്രിയുടെ കാതുകളിൽ അന്നൊന്നും ആ രോദനങ്ങൾ എത്തിയില്ല. എല്ലാം ബധിര കർണങ്ങളിലാണ് പതിച്ചത്. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയിയെ ഓർമ്മയില്ലേ? മഹിജയുടെ മകൻ ജിഷ്ണു പ്രണോയ് കോളേജ് മാനേജ്മെന്റിന്റെ പീഡനത്തെ തുടർന്ന് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടപ്പോൾ നീതി കിട്ടാനാണ് തിരുവനന്തപുരത്ത് DGP ഓഫീസിന്റെ മുമ്പിൽ പ്രതിഷേധിക്കാൻ അമ്മ മഹിജ എത്തിയത്. സ്വന്തം പാർട്ടിയിൽപ്പെട്ട കുടുംബമായിട്ടും മുഖ്യമന്ത്രി കരുണ കാട്ടിയില്ല. കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ അംഗമായ മഹിജയെ റോഡിലൂടെ ആൺ പോലീസ് വലിച്ചു കൊണ്ടുപോയപ്പോൾ എല്ലാവരും ക്ഷോഭത്തോടെ വിളിച്ചു പറഞ്ഞതാണ്, ഇനി ഒരമ്മയ്ക്കും ഈ ദുരനുഭവം ഉണ്ടാകരുതേ എന്ന്. ഈ പോലീസ് നായാട്ട് കണ്ടുനിന്ന മാധ്യമപ്രവർത്തകൻ KM ഷാജഹാനെ ഈ മുഖ്യമന്ത്രി ഒരാഴ്ച ജയിലിൽ അടച്ച് ആഹ്ലാദിച്ചു. ഷാജഹാൻ ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നത് ഏതെങ്കിലും കോൺഗ്രസുകാരൻ ഇന്നോർക്കുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. മുഖ്യമന്ത്രിക്ക് സമനില വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അന്ന് അത് കണ്ടുനിന്നവർ വാവിട്ട് നിലവിളിച്ചു. പക്ഷേ ഓരോ വർഷവും കടന്നുപോയപ്പോഴും കൂടുതൽ പീഡനങ്ങളാണ് നാം കണ്ടത്. അതിൻ്റെ പാരമ്യതയിൽ എത്തി JS സിദ്ധാർത്ഥൻ എന്ന വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി 2024 ഫെബ്രുവരി 18 അതിഭീകരമായ റാഗിങ്ങിന് ഇരയാക്കി കൊല ചെയ്തിട്ട് അന്നും ശപഥം ചെയ്തത് ഇനി ഇത്തരത്തിൽ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടാകുകയേ ഇല്ല എന്നാണ്. ഇപ്പോഴിതാ കണ്ണൂർ ദന്തൽ കോളേജ് വിദ്യാർത്ഥി RL നിതിൻ രാജിൻ്റെ ആർത്തനാദം ഉയരുന്നു. ജാതി അധിക്ഷേപത്തെ തുടർന്ന് ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് നിതിൻ രാജ് ചാടി മരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് ഉഴമലക്കൽ സ്വദേശിയാണ് നിതിൻ രാജ്. മുഖ്യമന്ത്രിയോട് എന്തുമാത്രം അടുപ്പമുള്ളവരാണ് ഈ സ്വകാര്യ സ്ഥാപനങ്ങളുടെ അധിപന്മാർ എന്നത് ഇന്നലെ രാത്രി ടെലിവിഷൻ ചർച്ചയിൽ വ്യക്തമായതാണ്. ജിഷ്ണു പ്രണോയ് കൊല്ലപ്പെട്ടപ്പോൾ അന്നും കൊലയാളികൾക്ക് താങ്ങായി നിന്നത് മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രിയെ ആർക്കും ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ. അധികാര സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ഭ്രാന്ത് വന്നാൽ ചോദ്യം ചെയ്യാതെ സഹിച്ചോളണം എന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ ജനങ്ങൾ ഏറെ ദുരിതങ്ങൾ സഹിച്ചാണ് പുതിയ ഒരു ഭരണത്തിൻ്റെ മാറ്റത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിൽ നീറിപ്പുകയുന്ന ഉൾപ്പോരുകൾ കാണുമ്പോൾ ഈ പ്രതീക്ഷകൾ അസ്ഥാനത്താണെന്ന് പറയേണ്ടി വരും. ഗ്രൂപ്പും പക്ഷപാതിത്വവും ഇല്ലാതെ കോൺഗ്രസിന് നിലനിൽക്കാനാകില്ല. എത്രമാത്രം സമ്മർദ്ദം ചെലുത്തിയാണ് കോൺഗ്രസിൽ ഐക്യം സ്ഥാപിച്ചെടുക്കുന്നത് എന്ന് മണിക്കൂർ തോറും കാണുകയാണ്. ഉറയിൽ നിന്ന് കത്തി എപ്പോൾ ഊരുമെന്നേ അറിയാനുള്ളൂ. എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം എത്ര വികലവും നിരുത്തരവാദിത്വപരവുമാണെന്ന് തെരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള അപക്വമായ ഓരോ തീരുമാനങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ നേരവകാശികൾ ഏതെങ്കിലും ഒരു പാർട്ടിയല്ല. 10 വർഷം അധികാരത്തിന് പുറത്തായിരുന്ന UDFിനോട് സഹതപിച്ചിട്ടാണ് കോൺഗ്രസുകാരും ഒരു പാർട്ടിയിലും പെടാത്തവരും നിഷ്പക്ഷരുമടങ്ങുന്ന ജനങ്ങൾ ഈ മന്ത്രിസഭയെ അധികാരത്തിലെത്തിച്ചത്. UDFിന്റെ കയ്യിലിരിപ്പ് കാരണം എത്രയോ വർഷമായി സാംസ്കാരിക ലോകം കോൺഗ്രസിൽ നിന്ന് അകന്നു. തമ്മിലടിയും ജീർണതയും കാരണമാണ് അവർ അകന്നുപോയത്. കോൺഗ്രസിനോട് മമത കാണിക്കുന്ന ഒരു കവിയോ കഥാകൃത്തോ ഇന്നില്ല. ഇത്ര നിരുത്തരവാദപരമായ ഒരു പാർട്ടിയോട് ചേർന്ന് പോകാൻ ആർക്കും താല്പര്യമില്ല എന്നതാണ് വസ്തുത. എന്നിട്ട് അദ്ദേഹം ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ എനിക്കുള്ള തെറിയഭിഷേകം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി, അതായത് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം വളരെ ശക്തമായിട്ടുള്ള ആക്രമണമാണ് ഈ അന്തം കമ്മി സഖാക്കൾ, അന്തം കമ്മി സൈബർ ഗുണ്ടകൾ മറ്റുള്ളവർക്കെതിരെ, അതായത് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ വിമർശിക്കുന്നവർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഈ വിഷയമില്ലായിരുന്നു. തോൽവി എന്തായാലും ആഗതമായിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഓർക്കപ്പെടേണ്ടത് ജിഷ്ണു പ്രണോയിയെ, അത് തീർച്ചയായും കേരളം ഓർക്കേണ്ട ഒരു കാര്യമാണ്. പിണറായി വിജയൻ എന്ന മനുഷ്യത്വമില്ലാത്ത മുഖ്യമന്ത്രിയുടെ ഒരു പ്രവൃത്തിയാണ്, ഒരു നിലപാടാണ് അന്ന് മഹിജയെ അവിടെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൻ്റെ മുന്നിലുള്ള നടു റോഡിലൂടെ വലിച്ചിഴച്ചതിലൂടെ നാം കണ്ടത്. ആ വിഷയത്തിലാണ് അവിടെ
എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന അഡ്വക്കേറ്റ് KM ഷാജഹാനെ 8-9 ദിവസം പോലീസ് ജയിലിലടച്ചത്. അന്ന് തുടങ്ങി പിണറായി വിജയന്റെ ഈ ഒരു പകവീട്ടൽ. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് മാസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ എന്നോർക്കണം. ആ സമയത്താണ് അന്ന് തുടങ്ങിയ നരനായിട്ട് പിണറായി വിജയൻ 2026 വരെ തുടർന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതിനൊക്കെയുള്ള തിരിച്ചടി ഈ വരും ദിവസങ്ങളിൽ തന്നെ പിണറായിക്കും പാർട്ടിക്കും കിട്ടും എന്നുറപ്പാണ്.